Good morning, all. Good morning. I hear it a lot. കണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മള് എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? എത്ര പോയിന്റാണ് നമ്മൾ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഫിഫ്ത്ത് പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു അല്ലേ? ടു ഡെവലപ്പ് സപ്പോർട്ട് ലേബർ യൂണിയൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നമുക്കറിയാം എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുമ്പോൾ തൊഴിലാളി അല്ലെ അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അല്ലെ? ഒരു കമ്പനി ആകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ തർക്കങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ധാരാളം തർക്കങ്ങൾ വരാം അല്ലെ? നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവം? ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് എളുപ്പമാണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവില്ലേ? എളുപ്പം പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കില്ലേ? നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതാണെങ്കിൽ, ചെറിയ ചെറിയ തർക്കങ്ങളാണെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്ത് പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇല്ലേ? ഓക്കെയല്ലേ? ക്ലാസ്സിലേക്ക് ആയി തുടങ്ങിയില്ലേ? എന്താണ് എംപ്ലോയി റിലേഷൻ, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങട്ടെ നടത്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. എന്താണ് അങ്ങനെ ഒരു തർക്കം അല്ലെ? അവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് അല്ലെ? Another objective is to reduce the chance of industrial conflicts and cultivate peaceful relations that are vital characteristics of a productive workforce and industrial progress on a nation. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ല സമാധാനപൂർവമായിട്ടായിരിക്കും ആ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല തീർച്ചയായിട്ടും എന്താണ് അവിടെ നേഷനും കൂടി അല്ലെ? നല്ലൊരു കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് കമ്പനി നല്ല ഡെവലപ്ഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ ഗുണം
നമ്മുടെ രാജ്യത്തിനും കൂടി അല്ലെ ലഭ്യമാകും. സോ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എൻവയൺമെന്റ് ആൻഡ് പ്രോമിസ്ഡ് എഫക്ട്സ് ആൻഡ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ വൈറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഓഫ് എ നേഷൻ. രാജ്യത്തിന്റെയും കൂടി പുരോഗതിക്ക് ആ ഒരു ഉത്പാദന ശക്തി കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം സമാധാനത്തോടുകൂടിയും മുന്നേറാനായിട്ട് സാധിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അല്ലെ ഡെവലപ്പ് ചെയ്ത കമ്പനികളൊക്കെ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് യൂണിറ്റി ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് കമ്പനികൾക്കും വളർച്ച കൈവരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എല്ലായിടത്തും ഒരു സമാധാന അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ തീർച്ചയായിട്ടും മറ്റൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതേ പറഞ്ഞ മാതിരി തന്നെ അല്ലെ വല്ല സ്ട്രൈക്കുകളോ ലോക്കൗട്ട്സുകളോ ഒന്നും ഉണ്ടാവാതെ അല്ലെ സമരങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത വരുന്നത് എന്താണ് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അത് നേടിയെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെ അവർക്ക് ശബ്ദിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭ്യമാക്കാത്ത സമയങ്ങളിലാണ് ഇവരിങ്ങനെ എന്താണ് സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ നടപ്പാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഗെറ്റിംഗ് റൈഡ് ഓഫ് strikes, lockouts and heroics to maximum extent by granting suitable wages, better life and workplace environment, and promised effects and benefits is one of the main objectives of industrial relations. നല്ല പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഇൻഡസ്ട്രിയൽ വ്യവസായത്തിന്റെ മറ്റൊരു നല്ല വ്യവസായിക ബന്ധത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് നല്ലൊരു ബെറ്റർ വർക്കിംഗ് എൻവയൺമെന്റ് അല്ലെ എവിടെയും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അല്ലെ ഇൻ കേസ് അവിടെയുള്ള എംപ്ലോയിക്കൊക്കെ നല്ല മിതമായ നിരക്കിലൊക്കെ വേജസ് ഒക്കെ ലഭ്യമാകാനായിട്ട് നല്ല അല്ലെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ഥാപനത്തില് അവരെ കൊണ്ട് ബേർഡൻ ആയിട്ട് പണിയെടുപ്പിച്ചിട്ട് എന്താണ് ഭയങ്കര അല്ലെ ഒരു കാറ്റും വെളിച്ചൊന്നും കേടാത്ത ഇടങ്ങളിലൊക്കെ അടിമകളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുമ്പോഴാണ് അവർ തീർച്ചയായിട്ടും സ്ട്രൈക്കിനൊക്കെ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ട്രേഡ് യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള അല്ലെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അവര് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അതായത് വ്യവസായികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് അല്ലെ ഒരു ജനാധിപത്യ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു നിലനിൽപ്പ് കൊണ്ടുപോകാനായിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾസോ എയിംസ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലേബർ പാർട്ണർഷിപ്പ് ഇൻ പ്രോഫിറ്റ് മേക്കിംഗ്. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അല്ലെ അവിടെ തീർച്ചയായിട്ടും ലാഭേച്ഛയോടും കൂടിയിട്ട് തുടങ്ങണമെന്നായിരിക്കും ഏതൊരു ബിസിനസ് സംരംഭകനും ആഗ്രഹിക്കുന്നത് അല്ലെ. ഏതൊരു തൊഴിലിലും നമ്മൾ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് സംരംഭം തുടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ അല്ലെ നമ്മുടെ ലക്ഷ്യത്തിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോഫിറ്റബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെ. നിശ്ചയ ശതമാനമെങ്കിലും ലാഭം കിട്ടണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകും. അപ്പൊ അത് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞിരുന്നു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നാണ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അവര് നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവും അല്ലെ. Industrial relations also aim to develop and maintain industrial democracy which is based on labor partnership in market and profit making. അപ്പൊ ഒത്തൊരുമയോട് കൂടിയിട്ട് ആ ഒരു ലേബർ അല്ലെ തൊഴിലിടങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ലഭ്യമാകാനായിട്ട് അല്ലെ അത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു ജനാധിപത്യ ഐക്യത്തോടു കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധ്യമാക്കും എന്നുള്ളതാണ്. Then this enables the individuals to develop their personality fully so that they can work for the benefit of the industry and of course for the nation. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവര് പേഴ്സണലി അല്ലെ വ്യക്തിപരമായിട്ട് തന്നെ അവര് അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ ട്രെയിനിങ് ഒക്കെ ലഭ്യമാകണമെന്നില്ല അവർ ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ചിട്ടൊക്കെ തൊഴിലുടമ ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും അല്ലെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. തീർച്ചയായിട്ടും അവിടുത്തെ ഇൻഡസ്ട്രി അപ്പോൾ നല്ല രീതിയിൽ മൂവ് ചെയ്യും. അങ്ങനെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഓഫ്കോഴ്സ് നേഷനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പം വ്യാവസായികമായിട്ടുള്ള ഐക്യം അല്ലെ ഐക്യത്തോട് കൂടിയിട്ട് നമുക്കറിയാം തൊഴിലിടങ്ങളിലൊന്നും തർക്കങ്ങളൊന്നും ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് തന്നെയാണ് ഐക്യത്തിൽ പോകുക എന്ന് പറയുന്നത് അല്ലെ.
അപ്പൊ ഐക്യത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് ഈ ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണം. Another objectives of industrial relations is to enhance productivity to superior level by ensuring that employees work with the full strength. ഓക്കെ, നമുക്കറിയാം എല്ലാ ശക്തിയോടും കൂടിയിട്ട് അല്ലെ അവിടെ എന്താണ് സുപ്പീരിയർ ലെവലിലെല്ലാം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് വർദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭ്യമാകുന്നു അല്ലെ. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നു അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണമെങ്കിൽ എന്താണ് ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മസ്റ്റ് ആയിട്ടും വേണം അല്ലെ. Another objective is industrial relations to enhance productivity to superior level by ensuring. നമുക്കറിയാം നല്ലൊരു അല്ലെ നമ്മുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് വെക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുക, പേടിച്ചിട്ടുണ്ട്, സ്ട്രെസ്സോട് കൂടിയിട്ട് വർക്കേഴ്സ് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല. അതേസമയം സുപ്പീരിയറും സബോർഡിനേറ്റ് ഒക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡോടുകൂടി അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് നല്ല പൂർണ്ണ ശക്തിയോട് കൂടിയിട്ട്, അതായത് പൂർണ്ണമായിട്ടും അവരുടെ എബിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ലാഭേച്ഛയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ആ ഹെഡിങ്സ് ഓർമ്മ വരുമ്പോ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒക്കെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്ട്രൈക്ക് ഒന്നും ഉണ്ടാവില്ല. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അപ്പൊ ലാഭം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നല്ല ഐക്യത്തോട് കൂടിയിട്ട് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതെന്താന്ന് നോക്കാം. ഫൈനലി it provides ownership to the workers in the organization where they are working. Okay, ഇപ്പൊ വർക്കേഴ്സിന്റെ ഇടയിൽ നമുക്കറിയാം അവിടെ അവരുടെ അല്ലെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തൊഴിലുടമസ്ഥാവകാശം അല്ലെ അത് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Objectives of industrial relations is to fill the gap between the different sections of industry and the society and reform the complicated social relationship developing as a result of technological progress by regulating and monitoring members and adjusting their conflicting interests. ഓക്കെ, നമുക്കറിയാം ഒരു വ്യവസായ സ്ഥാപനമാകുമ്പോൾ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്ഥാപിച്ചു പോകുമ്പോൾ സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും അല്ലെ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ആണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ടെക്നോളജി ഡെവലപ്പ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും അത് ഡെവലപ്പ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ അത് അങ്ങനെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പും വേണം. കാരണം എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ല നോളജ് ഉണ്ടാവണമെന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് ക്യാച്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. അങ്ങനെ ആവശ്യം വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പുതിയൊരു കാര്യം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് എംപ്ലോയീസ് അത് ചിലപ്പോൾ വേണമെങ്കിൽ വില്ലിങ് ആവില്ല. അപ്പൊ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കാനായിട്ട് ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അത് തന്നെ പറയുന്നത് the objectives of industrial relations to fulfill is to fill the gap between the different section of industry and the society and reform the complicated social relationship developing as a result of technological progress. നോക്കാം, അതായത് ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഉണ്ടാവുന്ന ആ ഗ്യാപ്പുകളെല്ലാം തന്നെ മാറ്റിയിട്ട് അവിടെയുള്ള പുതിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേരാൻ അല്ലെ. നമുക്കറിയാം അവിടെ എന്താണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരെ അസോസിയേഷൻ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒരേപോലെയുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ അസോസിയേഷൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ കൂടി അവർ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഐക്യത്തോട് കൂടിയിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ വരുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഷെയർ ചെയ്ത് അല്ലെ ടെക്നോളജിക്കലി അവര് പ്രോഗ്രസ് ആയിട്ട് അല്ലെ നമുക്ക് നിലനിൽപ്പ് അല്ലെ അത് ഇച്ചിരി കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ അവരുടെ ലെവലുകൾ അവരുടെ ഡ്യൂട്ടി ലെവലുകളൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ അതിൽ മാത്രമേ തന്നെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അല്ലെ അവരുടെ ഇൻട്രസ്റ്റുകൾക്കൊക്കെ അതായത് തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം മോണിറ്റർ ചെയ്ത് അല്ലെ അതൊന്ന് നിരീക്ഷിച്ചറിഞ്ഞിട്ട് അത് കോൺഫ്ലിക്റ്റുകളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും
ആ തൊഴിലുടമ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ നിന്ന് അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ആ കോൺഫ്ലിക്റ്റുകളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒക്കെയാണോ? ആ ഹെഡിങ്സുകൾ പഠിച്ചു വെക്കാട്ടോ, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, എന്താണ് പൊതുവെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഇതിൽ എല്ലാവരും ഉണ്ട് അല്ലെ. ഓരോ സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ഉണ്ട്, അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഹെഡിങ്ങുകളൊക്കെ ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തരുത്. ഒടുവർ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലും ആ ഹെഡിങ്ങുകളൊക്കെ മാറിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ചെയ്യാലോ? ശരിയല്ലേ? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻസ്. അതായത് ഈ എംപ്ലോയി റിലേഷൻസിൽ ആരൊക്കെയാണ് ഉള്ള അംഗങ്ങൾ അല്ലെ, പ്രധാനമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. The system of industrial relations consists of mainly 3 characters or participants. അതായത് 3 ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലെ, 3 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്, നമുക്കറിയാവുന്നതാണ്. Actors are considered as a single set of variables, however their extent of influence varies from each other. The 3 actors of employee relations are as follows. അതായത് ആക്ടേഴ്സ് ആരെന്ന് മനസ്സിലാവുന്ന എനിക്കറിയാം, അവരെയൊക്കെ സ്വാധീന ശക്തി കൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് നമുക്കുള്ളത് എന്താണ്, എംപ്ലോയി ഉണ്ട്, അതേമാതിരി തന്നെ എംപ്ലോയർ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട് അല്ലെ. പ്രധാനമായിട്ട് 3 ആക്ടേഴ്സ് ആണുള്ളത്. നമ്മളിപ്പോ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം അല്ലെ, അവിടെ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നല്ല കൃത്യമായിട്ടുള്ള പെർമിഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരിയല്ലേ? ഇല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥാപനം ഒരു സർവീസ് ഓറിയന്റഡ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് സ്ഥാപനമാണ് എങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണ്ടി വരും അല്ലേ? വേണ്ടി വരില്ലേ? അതായത് നമ്മൾ ഏത് പഞ്ചായത്തിലാണോ ആ പഞ്ചായത്തിന്റെ പെർമിഷൻ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ്ലി നമ്മൾ അറിയേണ്ടത് നമുക്കൊരു ഗവൺമെന്റിന്റെ ആ ഒരു പെർമിഷൻ നമുക്ക് വേണ്ടി വരും. സെക്കൻഡ്ലി നമുക്കറിയാം തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെ, അദ്ദേഹം ഉണ്ടായിരിക്കണം. ദെൻ എംപ്ലോയീസ്, അവിടെയുള്ള വർക്കേഴ്സ് ഉണ്ടാവും. ഈ 3 കൂട്ടരും ഒക്കെ ആയിട്ട് അല്ലെ, അവിടെ ആക്ടിന്റെ കീഴിൽ എന്തെങ്കിലും നിയമാവശങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ നിയമാവശങ്ങളൊക്കെ ഫോളോ ചെയ്ത് എംപ്ലോയറും എംപ്ലോയിയൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഇൻഡസ്ട്രിക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇവര് അല്ലെ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പറയുന്ന ഒരു അടുത്തൊരു വിഭാഗമുണ്ട്. അതായത് എംപ്ലോയീസിന്റെ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തില് എംപ്ലോയീസിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നില്ല എങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ ആരുണ്ടാവും? ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. ഓക്കെ, ട്രേഡ് യൂണിയനുകൾ അവരുടെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്.
അതേമാതിരി തന്നെ എംപ്ലോയേഴ്സിനും ഉണ്ട് അല്ലെ. നമുക്കറിയാം ഒരുപാട് ടാക്സും കാര്യങ്ങളൊക്കെ ഈടാക്കുകയാണെങ്കിൽ ആ ബിസിനസ്സുകളൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തൊഴിലാളികൾ അതായത് ട്രേഡ് യൂണിയനുകളൊക്കെ ആവശ്യപ്പെടുന്ന മാത്രം എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും എംപ്ലോയിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ മുടക്കുന്ന മുതലിനനുസരിച്ചിട്ട് റിട്ടേൺ ഇല്ലെങ്കിലും അവരും ബാർഗെയിൻ ചെയ്തതായിട്ട് വരും. സോ എംപ്ലോയേഴ്സിനും അവരുടേതായിട്ടുള്ള എംപ്ലോയേഴ്സ് അസോസിയേഷനുകളുണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കോർട്ട് ട്രൈബ്യൂണൽസ് അല്ലെ. നമുക്കറിയാം അവർക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ കോടതി പറയുന്ന നോട്ടീസ് പ്രകാരമുള്ള പേയ്മെന്റ്സുകളൊക്കെ പെനാൽറ്റീസ് ഒക്കെ നമ്മൾ അടയ്ക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ കോർട്ടും ട്രൈബ്യൂണൽസുകളും അതിന്റെ അനുസരിച്ചിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. തൊഴിലുടമ, തൊഴിലാളികള്, പിന്നെ ഗവൺമെന്റ്, തൊഴിലാളികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനുകൾ, തൊഴിലുടമകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയർ അസോസിയേഷനുകൾ, ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ കോർട്ടും ട്രൈബ്യൂണൽസുകളും. അപ്പൊ ഇവരോടെല്ലാം തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ അത് തന്നെ വീണ്ടും വിവരിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. Workers are integral part of industrial relations. Workers can be different age, educational background, social and family backgrounds, skills, culture, etc. Okay, നമുക്കറിയാം ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താ കാരണം ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അറിയാമോ? ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് അറിയണം. പോയോ? ശ്രദ്ധയിൽ നിന്ന് പോയി അല്ലേ? നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തത്. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷനില് നമ്മൾ പറഞ്ഞു വർക്കേഴ്സ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ, അതായത് വ്യവസായ ബന്ധത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വർക്കേഴ്സിനെയാണ് അല്ലെ, അവിടുത്തെ തൊഴിലാളികളെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അവര് നമുക്കറിയാം തൊഴിലുടമ കുറെ മൂലധനം ഇറക്കി വെച്ചിട്ട് അല്ലെ, അവര് കുറെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നേടിയെടുക്കുന്നത് ആരെ കൊണ്ടാണ്? എംപ്ലോയേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അല്ലെ, അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. ഇൻ കേസ് മെഷീനറി ഒക്കെ അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്താൽ കൂടി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മാൻ പവർ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ മനുഷ്യന്റെ ശക്തി തീർച്ചയായിട്ടും ആ ഒരു എംപ്ലോയീസിന്റെ ആവശ്യകത അവിടെയുണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. അത് അവരുടേതായിട്ടുള്ള അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവരെ ഇന്റഗ്രൽ പാർട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. വർക്കേഴ്സ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ഏജ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, കൾച്ചർ എക്സെട്ര. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലെ. അവരുടെ നോളജുകളുടെ അറിവുകളുടെ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ സെയിം ഒക്കെ ആയിരിക്കാം, പക്ഷെ എങ്കിൽ കൂടി അവർ ആർജിച്ചിരിക്കുന്ന കുറെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളാണെങ്കിലും എഡ്യൂക്കേഷൻ ചിലരൊക്കെ കൂടുതലായിട്ടുള്ള എഡ്യൂക്കേഷൻ നേടിയവരുണ്ടാവാം, എക്സ്പീരിയൻസ് നേടിയുള്ളവരുണ്ടാവാം, ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം അല്ലെ. എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അവരുടെ സംസ്കാര രീതികളും സ്കില്ലുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. The workers continuously strive to make their employment terms and conditions better. Okay, നമുക്കറിയാം അവരെപ്പോഴും അല്ലെ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് അത് എപ്പോഴും അല്ലെ നല്ല രീതിയിൽ ആക്കി തീർക്കാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിച്ചിരിക്കും. അവരുടെ വേജസ് ഒക്കെ അല്ലെ അതൊന്നും മിതമായ രീതിയിൽ പിന്നെ അത്യാവശ്യം അവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ നേടിയെടുക്കാനായിട്ട് അവര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെപ്പോഴും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. വ്യൂ പോയിന്റ്സ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് മാനേജ്മെന്റ്. ഓക്കെ, അവരുടെ വീക്ഷണത്തിൽ അവർ ചിലപ്പോൾ വേണമെങ്കിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകളും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കാനൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും മാനേജ്മെന്റിനോട് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും.
Then they also intend to be a part of the management's decision making process. നമുക്കറിയാം ഒരു തൊഴിലുടമ കുറെ പ്ലാനും പദ്ധതിയൊക്കെ നടപ്പാക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനനുസരിച്ചിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനുകൾ അല്ലെ തന്ത്രപരമായിട്ടുള്ള പ്ലാനുകളൊക്കെ അവർ എടുത്തിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും എംപ്ലോയീസ് ആണ് വർക്കിൽ ഏർപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ അനുഭവജ്ഞാനം വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇന്റന്റ് ടു ബി പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. മാനേജ്മെന്റിന്റെ തീരുമാനമെടുക്കുന്ന പ്രോസസ്സിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Then to achieve all this, the workers come together to form the trade unions, also known as workers associations, workers organizations against management and get maximum help from these unions. Okay, അപ്പൊ ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക, അവരെ കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്ത് തൊഴിലുടമയോട് പറഞ്ഞ അവരുടെ അവകാശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവരെപ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അനുകൂലമാക്കി എടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യും, അവര് യൂണിയന്റെയും കൂടി ഒരു സപ്പോർട്ടും കൂടി അവർ ആഗ്രഹിക്കും. സോ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത്. സോ അതർ നെയിംസ് ഓഫ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് മാക്സിമം ഹെൽപ്പ് അവര് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രേഡ് യൂണിയൻ ഈസ് ടു safeguard the economic rights of the workers with the help of collective bargaining and also by asserting then pressure on the management using political and economic strategies. നമുക്കറിയാം ഈ യൂണിയനുകള് ഈ തൊഴിലാളികളുടെ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ ഒരു രാഷ്ട്രീയ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും മാനേജ്മെന്റിനെ സമീപിക്കുന്നത്. അപ്പൊ ഈ വലിയ സ്ട്രൈക്കും ലോക്കൗട്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലെന്ന നിലയ്ക്ക് മാനേജ്മെന്റ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും അല്ലെ. കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറയുമ്പോൾ വിലപേശി അവര് എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടായിരിക്കും തൊഴിലുടമയോട് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ എന്താണ് ഈ എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടെ യൂണിയൻ ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് മാനേജ്മെന്റ് തയ്യാറാകേണ്ട അവസ്ഥ വരികയും ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവര് ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അവരെപ്പോഴും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനുകളുണ്ടാവും. അവര് എന്തെങ്കിലും നെഗോഷിയേഷൻസ് ഒക്കെ വെച്ചിട്ട് പാർട്ടി ബാർഗെയിൻ ചെയ്തിട്ടാണ് അവരുടേതായിട്ടുള്ള ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പൊളിറ്റിക്കലായിട്ട് എക്കണോമിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ചെറുതായിട്ട് അതർ നെയിംസ് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോളൂ. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഓക്കെ, വായിച്ചു നോക്കാം. നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വിഭാഗം നമ്മൾ കണ്ടത് എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമുക്ക് എംപ്ലോയേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമുക്കറിയാം അതും പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ തന്നെയാണ് അല്ലെ. തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. ഹി ഈസ് വൺ ഹു
who is responsible for giving jobs to the workers, paying the wages and tax, and controlling the work relations with the help of rules and regulations and by enforcing labor legislations. ഓക്കെ, നമുക്കറിയാം തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ തൊഴിലാളികൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നത്. ദെൻ അവര് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് തീർച്ചയായിട്ടും വർക്കേഴ്സിന് അവൈലബിൾ ആക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഈസ് വൺ ഓഫ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിംഗ് ജോബ് ടു ദ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് തൊഴിലാളികൾക്ക് വർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടും തൊഴിലുടമ ലഭ്യമാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മതിയായ പേയ്മെന്റ്സ് കൊടുക്കണം, അല്ലെ? അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബഡ്സുകൾ, അല്ലെ, എന്തെങ്കിലുമൊക്കെ വേജസിനോടൊപ്പം നിന്നുള്ള എന്തെങ്കിലും ഇൻസെന്റീവ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളും അറേഞ്ച് ചെയ്യണം, അല്ലെ? അവിടെ ജോലിക്ക് വ്യക്തികളെ നിയമിക്കുമ്പോൾ തന്നെ ഒരു നല്ല അന്തരീക്ഷം കൂടിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ജസ്റ്റ് ഈ പറഞ്ഞ മാതിരി സാലറിയും മറ്റു പാക്കേജസും മാത്രം കൊടുത്താൽ പോലെ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടിയും അവിടെ ലഭ്യമാക്കി കൊടുക്കണം. പക്ഷെ പ്രത്യേകിച്ച് നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അവകാശങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റായിട്ട് ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് തൊഴിലുടമയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി പറയുന്ന കാര്യങ്ങളാണ്. Then the worker is expected to abide by the rules and laws. ഓക്കെ, തീർച്ചയായിട്ടും വർക്കർ, അല്ലെ, തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതായത് അവരും പാലിക്കേണ്ടതാണ് റൂൾസ് ആൻഡ് ലോസുകളൊക്കെ ഉണ്ടെങ്കിൽ, തൊഴിൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ പാലിക്കേണ്ടതുമാണ്. Then he is also expected to give his full effort into the task. തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കും. മാക്സിമം അവര് വർക്ക് ചെയ്യാനായിട്ട് എഫേർട്ട് എടുക്കും എന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കും. And industry dispute occurs when the workers and the employers have conflicting expectations. ഓക്കെ, തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ട്, അല്ലെ, തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ്? തൊഴിലുടമ വിചാരിക്കുന്ന രീതിയിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെ, അവര് പ്രതീക്ഷിക്കുന്ന മാത്രമേയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലാണ് തീർച്ചയായിട്ടും അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നത്. Then employers usually have a greater power of bargaining than the workers, but when compared with the trade unions, their power is considerably low. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് എംപ്ലോയറിനെ, അല്ലെ, തൊഴിലുടമകൾക്കാണ് കൂടുതൽ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉള്ളത്. അറിയാം അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലുടമയുടേതായിട്ടുള്ള റോൾ ഉണ്ട്. പക്ഷെ നമുക്കറിയാം ട്രേഡ് യൂണിയനുകളൊക്കെ വന്ന് എംപ്ലോയീസ് അവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ബാർഗെയിൻ ചെയ്യാൻ വരുമ്പോൾ തൊഴിലുടമയ്ക്ക് അത്രയും പവർ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം നമുക്കറിയാം രാഷ്ട്രീയ പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ അവരോടൊപ്പം ഉണ്ടാവും. To balance the situation and stand at the par with the trade unions, employers also have their organizations. Okay, ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് തൊഴിലുടമ പൈസയും വരയ്ക്കുന്നുണ്ട്, എന്നിട്ട് അവര് കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നടപ്പാക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരവസ്ഥയും കൂടി വരുമ്പോ എന്ത് ചെയ്യും? അവര് യൂണിയനൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇവരോടൊപ്പം നിൽക്കാണ്ട്, അല്ലെ, എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകൾ തർക്കങ്ങൾ നേരിടാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലേക്ക് തൊഴിലുടമ മാറിക്കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള അസോസിയേഷനും അവർക്കുണ്ട്, അല്ലെ, അവരുടെ അസോസിയേഷൻ ആയിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്യും. കാരണം ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ അവർക്കും, അല്ലെ, തൊഴിലുടമയ്ക്കും പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ അവർ കൂട്ടമായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ സംഘടിപ്പിക്കുന്ന ശക്തി നേടുന്നു. അങ്ങനെയാണ് അവരുടേതായിട്ടുള്ള അസോസിയേഷനുകൾ ഉണ്ടാവുന്നത്. ദീസ് ഓർഗനൈസേഷൻസ് pursue both the government and trade unions and safeguard employers well-being. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളുടെ സംഘടനയിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഇതിലും ബാർഗെയിൻ ചെയ്യാനായിട്ട് ഈ സംഘടനകളാണ് മുൻകൈകളെടുത്ത് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒക്കെ കുറെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടാക്സും പ്രൊസീജിയേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള റിട്ടേൺ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അല്ലെ? ചിലപ്പോൾ വലിയ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും, അല്ലെങ്കിൽ ഇറക്കുമതി കയറ്റുമതി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ലഭ്യമാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. അവർ അസോസിയേഷൻ ആയിട്ട് കൂടിച്ചേർന്നിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ബാർഗെയിനിങ്ങിനൊക്കെ മുൻകൈ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആണോ? നെക്സ്റ്റ് വായിച്ചു നോക്കാം. അവിടെയും എംപ്ലോയീസ് ആൻഡ് എംപ്ലോയറുടെ അസോസിയേഷനുകൾ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാലോ. നമുക്ക് നോക്കാനുള്ളത് ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി ദ കെയർടേക്കർ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷന്റെ രാജ്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റ് ആണ് അല്ലെ, രാജ്യത്തിന്റെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. Therefore it plays a balancing role. കാരണം നമുക്കറിയാം ആ ഒരു നയത്തിന്റെ ഇടയിൽ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. It affects industrial relations by formulating the policy of labor and industrial relations, implementing labor legislations, act as a mediator and resolve disputes, etc. Okay. നമുക്കറിയാം ഒരു അല്ലെ ഗവൺമെന്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ആ ഒരു രാജ്യത്തിനെ അത് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്കറിയാം എക്കണോമിക്കലി ഒന്നും സാമ്പത്തിക അവസ്ഥയിൽ നിന്നും തകർച്ചയിലേക്ക് കൊണ്ടുപോകാതെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഗവൺമെന്റിന് എടുക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും എന്താണ് നയങ്ങൾ അല്ലെങ്കിൽ എന്താണ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ അല്ലെ, അവരുടെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആക്ടുകൾ അല്ലെ, നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമാവലികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ അല്ലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള നിയമാവലികൾ ഇറക്കും. അപ്പൊ തീർച്ചയായിട്ടും നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്പനി അല്ലെ, ഇപ്പൊ നമുക്കറിയാം PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ആണെങ്കിലും 10 or more persons വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ 250 കൂടുതൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്യാമ്പസ് സർവീസുകൾ എന്താണ് വയസ്സിന് മസ്റ്റായിട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ കുറഞ്ഞ രീതിയിൽ അവിടെ തൊഴിലാളികൾക്ക് അർഹതമായത് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള നിയമവശങ്ങളുണ്ട്. പിന്നെ അതേമാതിരി തന്നെ പല ആക്ടുകൾ ഉണ്ടാകും. തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടും ഇതിന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്, വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ അത്തരത്തിലുള്ള നിയമാവലികളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ ഒരു കൺട്രോളിലാണ്. It intends to control the working and behavior of both the employees and employers in an organization. നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്രമേ കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. The central and state government controls and affects industrial relations using laws, agreements, awards of court, etc. Okay. നമുക്കറിയാം സ്റ്റേറ്റ് സെൻട്രൽ അല്ലെ, നമ്മുടെ കേന്ദ്രത്തിന്റെയും അതേമാതിരി തന്നെ സംസ്ഥാനത്തിന്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഗവൺമെന്റിന്റെയൊക്കെ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു വ്യവസായ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ കരാർ വ്യവസ്ഥകളും അവിടെയുള്ള കോർട്ടുകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന ആ ഒരു നിയമ നടപടികൾക്ക് അനുസൃതമായിട്ടൊക്കെ മാത്രമാണ് ആ ഒരു വ്യവസായ സ്ഥാപനത്തിന് അവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇതുകൾ ലഭ്യമാക്കുന്നത്, ഇങ്ങനെയുള്ള ആ ലോസുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രാജ്യത്തിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട്, സാമ്പത്തിക വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, എംപ്ലോയർക്ക് അല്ലെ തൊഴിലുടമയ്ക്ക് അർഹതപ്പെട്ടത് നേടാനായിട്ട്, തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടത് നേടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ലഭ്യമാക്കി കൊണ്ടുപോകുന്നത്. തേർഡ് പാർട്ടീസ് ആൻഡ് ലേബർ ആൻഡ് ട്രൈബ്യൂണൽ കോഡ്സ് കം ഇൻ ദിസ് കാറ്റഗറീസ്. ഇതിനിടയിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റ് ചില പോളിസികൾ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വളരെയധികം വിലയൊക്കെ ഈടാക്കി അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് എതിരെ അല്ലെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടീസും ട്രൈബ്യൂണൽ കോർട്ടുകളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ബർഗെയിൻ ചെയ്തിട്ടാണ് അവരും അല്ലെ തൊഴിലുടമയ്ക്കാണെങ്കിലും തൊഴിലാളികൾക്കാണെങ്കിലും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവർക്ക് നിലകൊള്ളുന്നതുണ്ട് അല്ലെ. ഗവൺമെന്റിന്റേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കണം, തൊഴിലുടമയ്ക്കും നേടിയെടുക്കണം, തൊഴിലാളികൾക്കും നേടിയെടുക്കണം. അപ്പൊ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഇടനിലക്കാരുമുണ്ട്. അവരിൽ നിന്നും മധ്യസ്ഥ നേടിയിട്ടാണ് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അവര് നേടിയെടുക്കുന്നത്. ഓക്കെ, ആരാണ് ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് കെയർ ടേക്കർ ഓഫ് ദ നേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആരെയാണ്? ആരെയാണ്? ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി ദ കെയർ ടേക്കർ ഓഫ് ദ നേഷൻ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് factors influencing employee relations. എന്തൊക്കെ ഘടകങ്ങളാണ് എംപ്ലോയീസ് റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ള കാര്യമാണ്. അതിൽ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, then institutional factors, political factors, organization factors and global factors. ഓക്കെ, ഇത്രയും ഘടകങ്ങൾ അല്ലെ ഘടകങ്ങൾ എന്താണ് ഒരു എംപ്ലോയി റിലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഹെഡിങ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള സ്വാധീന ശക്തികളുണ്ട്, അതേമാതിരി തന്നെ സാങ്കേതിക ഘടകങ്ങൾ വരുന്നുണ്ട്, സോഷ്യൽ സമുദായത്തിനും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, then ഇൻസ്റ്റിറ്റ്യൂഷണൽ ഘടകങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങൾ, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ദെൻ എന്താണ് നമുക്കറിയാം രാജ്യാന്തരമായിട്ടുള്ള ഘടകങ്ങളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ദ സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി, സോഷ്യലിസ്റ്റ് എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഓർ എ മിക്സഡ് ഡിറ്റർമിൻസ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് മുതലാളിത്ത സംസ്കാരം, എന്താണ് അല്ലെ നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഇത് ഇരുകൂട്ടുന്നത് എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് സംസ്കാരവും മുതലാളിത്ത സംസ്കാരമായ മിശ്രിത സംസ്കാരം, അത് രണ്ടു കൂട്ടരും കൂടി മിക്സ് ചെയ്ത മിക്സഡ് സംസ്കാരങ്ങളെല്ലാം അവിടെ അവലംബിക്കുന്നുണ്ട്. അതായത് തൊഴിലുടമ മൊത്തത്തില് ഫണ്ട് ഇറക്കിയിട്ട് അല്ലെ അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉള്ള നമ്മുടെ ബിസിനസ്സുകളുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. ദ സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ് ഡിറ്റർമിൻസ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്.
അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് നോട്ട് ചെയ്തേരെ. The character and the composition of the workforce, demand and the supply of labor, and the association of labor would determine the economic position of the workforce and also the strength of bargaining which affected the industrial relations. ഓക്കെ, നമുക്കറിയാം ഈ തൊഴിലാളികളുടെ സ്വഭാവം അല്ലെ, ഘടന, അതായത് ദ ക്യാരക്ടർ, കമ്പോസിഷൻ ഓഫ് വർക്കേഴ്സ്, വർക്ക്ഫോഴ്സ്, ഡിമാൻഡ്, സപ്ലൈ. ചിലപ്പോ വേണമെങ്കിൽ എന്താണ് മുതലാളിത്ത സംസ്കാരമാണ് എങ്കിൽ തീർച്ചയായിട്ടും മുതലാളികൾ എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരിക്കും അവിടെ. പക്ഷെ മിക്സഡ് ആവുമ്പോൾ രണ്ട് രീതിയും അല്ലെ, തൊഴിലുടമയ്ക്ക് അവിടെ ആജ്ഞാപിക്കാനുള്ള ഒരു ഇതുമുണ്ട്. എന്താണ് സോഷ്യലിസ്റ്റ് ആവുമ്പോൾ സമൂഹത്തിൽ അല്ലെ ഒരു ജനാധിപത്യ വോട്ടോടുകൂടി മീൻസ് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിക്കൊണ്ട് തന്നെ അവിടെ ബിസിനസ് മുന്നോട്ട് പോകും. അപ്പൊ ഇതിലെ മിക്സഡ് എന്ന് പറയുമ്പോൾ ഇരു കൂട്ടരും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തന്നെ ഉള്ള സ്ഥാപനങ്ങളുമുണ്ട് അല്ലെ. ക്യാരക്ടർ അതിന്റെ കമ്പോസിഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അതായത് ആ വർക്ക് ഫോഴ്സിന്റെ ശക്തി എന്ന് പറയുന്നത്, അതായത് വർക്ക് ചെയ്യുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ആൻഡ് അസോസിയേഷൻ ഓഫ് ലേബർ വുഡ് ഡിറ്റർമിൻ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒന്നിച്ചു നിന്ന് ഉള്ള ഒരു ബന്ധം തന്നെയാണ് അല്ലെ. വർക്ക്ഫോഴ്സ് ആൻഡ് ഓൾസോ ദ സ്ട്രെങ്ത് ഓഫ് ബാർഗൈനിങ് വിച്ച് അഫക്റ്റഡ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് കമ്പല് ചെയ്ത് എന്താണ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ആ ഒരു രീതിയായിരിക്കും അവിടെ പോകുന്നത് അല്ലെ. മാക്സിമം എന്താണ് തൊഴിലാളികൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. യൂണിയന്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് സ്ട്രെങ്ത് ഓഫ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ശക്തി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ജനാധിപത്യ സംസ്കാരത്തോട് കൂടിയിട്ടുള്ള കാര്യമാണെങ്കിൽ എന്താണ് സമൂഹത്തിനും കൂടി ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ക്യാപിറ്റലിസ്റ്റ് ആവുമ്പോൾ എന്താണ് മുതലാളിത്ത സംസ്കാരമാണ്. അപ്പൊ അവർക്ക് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് നേരെ എന്താണ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ കോഡ്സ് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഗവൺമെന്റിന്റെ നയങ്ങളുണ്ട്, തൊഴിൽ നിയമങ്ങളുണ്ട്, വർക്കിംഗ് ഓഫ് ലേബർ കോർട്ട് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് അല്ലെ. അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കോടതി അല്ലെങ്കിൽ വ്യവസായ ട്രൈബ്യൂണലുകളൊക്കെ ഉണ്ട്. ലേബർ യൂണിയനുകൾ ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ അല്ലെ, അത് വെച്ചും കൊണ്ട് അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം എംപ്ലോയീസ് ശ്രമിക്കുന്നത് അല്ലെ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കുറവായിരിക്കും അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന അനുസരിച്ചിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സുകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ യൂണിയനുകളെല്ലാം തന്നെ അല്ലെ അവരുടെ അല്ലെ അവരുടെയും കൂടിയും ഒരു ശക്തിയും കൂടി പിടിച്ചുകൊണ്ട് അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. Okay, the industrial relations scenario is also affected by religious and social institution by way of exerting a value system and by ensuring their compliance. Example, gender race existing in certain industries and countries. Okay, so അതൊക്കെ നമുക്കറിയാം മതപരമായിട്ട് ചില അല്ലെ വ്യവസായങ്ങളൊന്നും പങ്കെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് മെയിൽസിനൊക്കെ ഒരു ഡീവിയേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ചില ഇൻഡസ്ട്രീസുകളൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതെല്ലാം തന്നെ എന്താണ് ഒരു സംസ്കാര രീതി കൂടി ഈ ഒരു എന്താണ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ആശ്രയിച്ചിരിക്കുന്നു. അത് ഓരോ രാജ്യത്തിന്റെയും ഓരോ പ്ലേസിന്റെയൊക്കെ ഒരു പ്രത്യേകത അനുസരിച്ചാണ്. പക്ഷെ ഇതെല്ലാം ഘടകങ്ങൾ തന്നെയാണ് അല്ലെ. എന്താണ് മറ്റു തരത്തില് തൊഴിലുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ തന്നെ ഫാക്ടേഴ്സുകൾ തന്നെയാണ്. ചിലയിടങ്ങളിൽ ചില കാര്യങ്ങള് നിയമവശം പോലെ അല്ലെ അവിടെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ ചിലർക്ക് അല്ലെ അങ്ങനെ തൊഴിലുകളിൽ ഏർപ്പെടാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നു വരില്ല. ആ സൊസൈറ്റി അതിനുള്ള സംസ്കാര രീതി അനുവദിച്ചെന്ന് വരില്ല. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ക്ലിയറോ?
ജസ്റ്റ് അതിനുള്ളിൽ പെടുന്ന ഘടകങ്ങളൊക്കെ ഒന്ന് ഫാക്ടേഴ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ പെടുന്നവ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള എക്കണോമിക് അല്ലെ ഒരു എക്കണോമിക് ഫാക്ടേഴ്സുകളാണുള്ളത്. സ്ട്രക്ചർ, ഏതൊക്കെ സ്ട്രക്ചറിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സുകൾ ഉണ്ട്. സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സ്ഡ് സ്ട്രക്ചർ ആണ് ഉള്ളത്. അല്ലേ? ഒരു പോയിന്റ് കൂടി നോക്കാലോ. നോക്കാം. Technological factors. These factors include method of modernization, production, automation, etc. Okay, നമുക്കറിയാം ഇതിൽ നമുക്കറിയാം അല്ലെ, കുറച്ചും കൂടി ആധുനികവൽക്കരണ രീതികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതായിരിക്കും അല്ലെ. അതിന്റെ ഉൽപാദനത്തിലാണെങ്കിലും അതിന്റെ സജ്ജീകരണത്തിലാണെങ്കിലും ആധുനികവൽക്കരണം നടത്തണമെന്ന് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. Then an organization that is technologically more advanced needs less human capital and hence the bargaining power of the employee organization decreases. Okay, but technology use ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവിടെ കൂടുതലായിട്ടും എന്താണ് മെഷീന്റെ ഒരു അല്ലെ സപ്പോർട്ടാണ് ഉണ്ടാവുക. ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. സോ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ടുള്ള ശക്തി കുറവായിരിക്കും. കാരണം കുറച്ച് തൊഴിലാളികളെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണോ? കാരണം അല്ലെ അവിടെ ടെക്നോളജിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറും കുറവായിരിക്കും. ഗ്രേറ്റർ പ്രോഗ്രഷൻ ഇൻ ടെക്നോളജിക്കൽ ആൻഡ് advancement in the proficiency of workers have also introduced a new class of employee called the knowledge workers who possess a different set of requirements and goals. ഓക്കെ നമുക്കറിയാം അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് നോളജ് വർക്കേഴ്സ്. കാരണം അവർക്ക് അറിവാണ്, ആ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള അറിവാണ് അവർക്ക് വേണ്ടി വരുന്ന. ടെക്നീഷ്യന്മാരും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആ ഒരു വർക്കുകൾ അല്ലെ മെഷീന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരെ നോളജ് വർക്കേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അവരുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുവലി വർക്ക് ചെയ്യുന്നവരുടെ അവകാശത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവർക്ക് ഒരു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഹ്യൂമൻ എഫേർട്ട് ചിലപ്പോൾ ഒരു പരിധിയായിരിക്കും അല്ലെ, കുറവായിരിക്കും. പക്ഷെ എന്റെ കൂടി കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതായിട്ട് വരും. സോ അവരുടെ ടൈം വർക്ക് ചെയ്യുന്നതിന്റെ ടൈമിന് ഇടയ്ക്ക് തന്നെ അവർക്ക് ചിലപ്പോൾ റിലാക്സേഷൻ ഒക്കെ ആവശ്യം വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഹ്യൂമൻ വർക്കേഴ്സിന്റെ അപേക്ഷിച്ച് അല്ലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ വരാൻ സാധ്യതയില്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ടെക്നോളജിക്കൽ ഘടകങ്ങളും ഒരു പരിധി വരെ ഈ ഒരു ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ഇന്ന്. നോക്കാം. എക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിലായിട്ടുള്ള ഘടകങ്ങളുണ്ട് നമ്മുടെ എംപ്ലോയീസ് റിലേഷൻസിനെ ബാധിക്കുന്നതായിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന പല സംസ്കാര രീതികളുണ്ട്, പല നൂതന അല്ലെ ടെക്നോളജി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ സംസ്കാരം ഇവിടെ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവിധ സ്ട്രക്ചറുകൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാനായിട്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറും ഉണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമ്മള് പോയിന്റ്സ് വെച്ച് ഇപ്പൊ പഠിക്കണ പോലെ പഠിച്ചാൽ മതിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ഇന്റർവ്യൂവിന് പോകുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാം കൂടി ചെയ്യാല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. അവര് ചിലപ്പോ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു നോളജാണ് വേണ്ടെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നോളജുകൾ വേണ്ടി വരാം. സോ അതുകൊണ്ട് തന്നെ അവരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും ഒരു വേരിയേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാക്കി പോവുക.
പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറാവുമ്പോൾ ഏത് സ്ഥാപനമാണ് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഇന്റർവ്യൂ പ്രിപ്പറേഷന് സെപ്പറേറ്റ് ക്ലാസ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇതിന്റെ അകത്ത്? അത് നമ്മള് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇപ്പൊ പഠിപ്പിച്ച മാറ്റേഴ്സിന്റെ ഡൗട്ടുകൾ അത് ചോദിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കൺസേൺഡ് സ്റ്റാഫിനോട് ചോദിച്ചാൽ മതിയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ നേരെ മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നുള്ള പെർമിഷൻ നിങ്ങൾ പഠിപ്പിച്ച ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പോർഷൻസ് തീരൂല്ല എന്നൊക്കെയുള്ളതാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. സോ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പഠിപ്പിച്ചു കഴിയുമ്പോൾ ഓക്കെ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാ ഡീറ്റെയിൽസിനും എന്റെ മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് വരാൻ ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ഭാഗം അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.